നമ്മൾ ഒരു നോവല് സിനിമയാകുമ്പം നമുക്ക് ആ സ്ഥലത്ത് അജേഷ് വരുന്നിടത്ത് കഥയില് അജേഷ് അവിടെ വന്ന സൗണ്ട് കേട്ടു, അജേഷ് പേടിച്ചു, ഒരു പോയി ഒരു തെങ്ങിന്റെ ചവിട്ടിയിരുന്ന് ഉറങ്ങിപ്പോയി എന്നാണ് കഥയില്. പക്ഷെ ആ സമയത്ത് നമുക്ക് സിനിമയായിട്ട് കാണുമ്പം അവിടെ ഒരാള് ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നു. അപ്പൊ ഈ ആഗ്നസ് എവിടെ പോയി? ആഗ്നസ് ആ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഒക്കെ ഇവനെ ശ്രദ്ധിച്ച് തന്നെ നിപ്പുണ്ടായിരിക്കും. അതിനെ ആഗ്നസുകാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഭക്ഷണം കളഞ്ഞു ഞങ്ങളുടെ ആരും വന്നില്ലടാ എന്ന് പറയാതെ ആഗ്നസ് പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് ആഗ്നസ് എവിടെ പോകും? ആഗ്നസ് എങ്ങും പോകില്ല. ആഗ്നസ് ഇവനെ ചുറ്റിപ്പറ്റി ഉറങ്ങാതെ അവിടെ ഉണ്ടാവും എന്നുള്ളത് അതാണ് ആഗ്നസിന്റെ കഥാപാത്രം. അങ്ങനെ എല്ലാരും ഉറങ്ങി എന്ന് തോന്നിയിട്ടാണല്ലോ അജേഷ് ഓടി ചെല്ലുന്നത് അങ്ങോട്ട്. ചെല്ലുമ്പോ ഇവർക്ക് അവസാന കയ്യ അവര് ചെയ്യുന്ന അവസാന ഒരു അമ്മയുടെ അവസാനത്തെ ഒരു ഒരു അവസ്ഥയാണത്. മോനെ, അവസാനമെങ്കിലും ഒരു നിമിഷം വരെയെങ്കിലും അമ്മമാര് ഫൈറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ മോക്ക് വേണ്ടി അമ്മ അവസാന നിമിഷം ഫൈറ്റ് ചെയ്യുന്നതാണ്. അത് ആ അമ്മ അതിൽ രക്ഷപ്പെടുന്നു. പിന്നെയും പിറ്റേ ദിവസവും പ്രശ്നമോ, എന്നാലും ആ നിമിഷം കടന്നു കിട്ടിയല്ലോ. അതാണല്ലോ എല്ലാ സ്ത്രീകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതാണ് ആഗ്നസിന്റെ കാര്യം. പിന്നെ വേറൊരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അച്ഛന്റെ. അതായത് നമ്മൾ അവിടുന്ന് നമ്മളാ സിനിമയുടെ കുറെ ഏരിയയിലോട്ട് ചെല്ലുമ്പോൾ, അതായത് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ, അവിടെ നമ്മൾ നോവലിൽ നിന്ന് കുറച്ച് സിനിമയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ നോവല് വായിക്കുന്ന ഒരാൾക്ക് മടക്കി വെച്ചിട്ട് കുറച്ച് ഇരുന്ന് വായിക്കാം. പക്ഷെ സിനിമ കാണുന്ന ഒരാൾക്ക് മടക്കി വെച്ചിട്ട് പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ തിയേറ്ററിലാണ് സിനിമ കാണുന്നത്, തിയേറ്ററിലുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ. അപ്പൊ ആ സമയത്ത് നമുക്ക് സിനിമയിലേക്ക് വരുന്നു, നോവല് വരുന്നു, ആ ഏരിയയിൽ അച്ഛൻ എന്ന് പറയുന്ന ആ കഥാപാത്രം അത് കണ്ടു. അപ്പൊ ജനങ്ങൾ അവിടെ സ്റ്റക്കാണ്. അയ്യോ, ഇനി ഇവിടെ എന്ത് സംഭവിക്കും? അച്ഛൻ നേരെ അവളോട് പോയി മോളെ കൊണ്ടിക്കൊടു എന്ന് പറയുന്ന ഒരു നല്ലവനായ ഒരാൾ, നല്ല ഒരു മനസ്സാണ്, ആളെന്നല്ല മനസ്സാണത്. ആ ട്രാവലാണ് സ്റ്റെഫി പോകുന്നത്. അതുകൊണ്ടാണ് അച്ഛൻ ക്യാരക്ടർ അവിടെ ഉൾപ്പെടുത്തിയത്. അങ്ങനെ അങ്ങനെ അത് നമ്മളൊരു ഇടതുപക്ഷത്തിൽ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. പ്രധാനമായിട്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, പിന്നെ നമുക്കിടെ കഥാഗതിയിലേക്ക് ആള് വരാതിരിക്കുക എന്ന് പറഞ്ഞൊരു സാധനമാണ് വേണ്ടത്. കഥാഗതിയിലേക്ക് ഒരാൾ വരാതിരിക്കുക. അതിൽ സംഭവിച്ച അതിലെന്താണ്, ഇദ്ദേഹത്തിന് അവരെ സഹായിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാൽ പള്ളി സഹായിക്കേണ്ടതുണ്ട്, പാർട്ടിക്കാരെ സഹായിക്കേണ്ടത്. ഇവർ രണ്ടുപേരും ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനൊരു റീസൺ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അതൊരു സമകാലിക പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ചയിലേക്ക് നയിക്കപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായി ഇപ്പോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെതായ പിന്നെ പിന്നെ ഈ സമകാലിക രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ധാരണകളും മറ്റു സംഗതികളും ഒക്കെ ഉണ്ടെന്നിരിക്കെ തന്നെ കഥാഗതിയിൽ നമ്മൾ ഉപയോഗിച്ചത് അതാണ്. അല്ലാതെ ഇപ്പോൾ പാർട്ടിയിൽ മതത്തിൻ്റെ സ്വാധീനവും അല്ലെങ്കിൽ അതൊക്കെ വേറിട്ട കാര്യങ്ങൾ. അതിനകത്ത് കൃത്യമായി ചോദിക്കുന്നുണ്ട് ഇയാൾ, നീ പള്ളി കോംപ്രമൈസിന് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് നീ പാർട്ടിയെ അറിയിച്ചില്ല എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ട്, ഇയാൾ പുറത്താക്കപ്പെടുമ്പോൾ ചോദിക്കുന്നുണ്ടടാ, പിന്നെ ഈ നായകൻ പറയുന്നുണ്ട് പാർട്ടി എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടാണ്, ഏത് പാർട്ടിയാണെങ്കിലും ചട്ടം, അത് മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള ഒരു സംഗതിയാണ്. അതിൽ പുറത്താക്കിയാൽ നിന്നെ അകത്ത് കയറ്റാൻ വേറെ വഴി ഒരു വഴി അതിൽ തെളിഞ്ഞു വരും. അപ്പൊ നീ തൂങ്ങുകയല്ല വേണ്ടത് എന്ന് മാത്രമല്ല, ആ ക്യാരക്ടറിനെ നമ്മൾ വളരെ വ്യക്തമായിട്ട് അതേ പാർട്ടിയുടെ ഭാഗമായ തന്നെ പിന്നെ ഒരു 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 ലോഡിങ് ആൻഡ് അൺലോഡിങ് ഇതിൻ്റെ അകത്തേക്ക് തിരിച്ചു ചേർക്കുന്ന മറ്റൊരു വഴിയിലൂടെ തിരിച്ച് ചേർക്കുന്ന പ്രദേശമുണ്ട്. അയാൾ പോരാടിയിട്ടില്ല പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് ദൗർബല്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കുന്നത് ചെയ്യാം. നമ്മളിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം മാത്രമായിരിക്കുകയും അതിൽ നമ്മൾ ഇത് മാത്രമായി മുഴുകുന്ന ചെറുപ്പക്കാർ, അതിൻ്റെ ഡിപ്രഷൻസും അനുഭവിക്കുന്ന ചെറുപ്പക്കാരും തീർച്ചയായിട്ടും അതിൻ്റെ അകത്തുണ്ട്. അപ്പം അത് അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഗതിയിൽ വെച്ചിട്ട് അവർക്കെല്ലാം കൊടുക്കുന്ന ഉള്ള ഒരു പ്രചോദനം അവസാനം അയാൾ പറയുന്നു. അയാൾ ആ ഒറ്റ ക്യാരക്ടർക്ക് കൃത്യമായ ഒരു ആർക്കുണ്ട്. അയാൾ അവസാനം പറയുന്നത്, നിങ്ങൾ പോരാടിയിട്ടില്ലെന്നല്ലേ നിങ്ങൾ പറയുന്നത്, ഞാൻ പോരാടി കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് കണ്ടെത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളുടെ ഇടയിൽ വരുന്ന ഒരു മനുഷ്യനാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഒരു ഉദ്ദേശ രീതിയിൽ മനുഷ്യന്റെ അവസ്ഥകളിൽ വരുന്നതിൻ്റെ എല്ലാം പാർട്ടികളും എല്ലാവരും വരുന്നുണ്ട്. അത് ഇടതുപക്ഷമാണെങ്കിലും ശരി, മറ്റു പാർട്ടി എല്ലാം കാലകാലങ്ങളിലുള്ള കേരളത്തിന്റെ മാറ്റങ്ങളിൽ, അതിൻ്റെ മതങ്ങളുടെ ഇടപെടലുകളിൽ, ഈ സംഗതികളിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെയൊക്കെ ഇത് വരുന്നുണ്ട്. ഇതിപ്പം 15 വർഷം മുമ്പ് വരുന്നൊരു കാലഘട്ടത്തിൽ എഴുതുന്ന രീതിയിലായിരിക്കത്തില്ല. അതെല്ലാം അതിൻ്റെ അംശങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടാകും. ഒരു ക്രിട്ടിസൈസ് ചെയ്യാനോ
ഇത് ചെയ്യാൻ ഞങ്ങളുടെ ഇത് ലക്ഷ്യമേ അല്ല. ഞങ്ങളുടെ വെച്ചാൽ അജേഷ് എന്ന് പറഞ്ഞത് അതിന് കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വീട്ടിൽ നിന്ന് ഒരു രൂപ എടുക്കാൻ കഴിയാതെ അവൻ്റെ മൊബൈലിനുള്ള പൈസ കൊടുക്കാനായിട്ടും അവൻ്റെ ചിലപ്പോൾ പെങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ടും അവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിവർത്തിയില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിലും ലോകത്തിലും എല്ലായിടത്തും യുവജനങ്ങളിലും ഉണ്ട്. അവർ ചിലപ്പോൾ സ്വിഗ്ഗിയിൽ രാവിലത്തെ ജോലിക്ക് പോകുന്നുണ്ടാവാം, ഒരു ദിവസം അവരെ കൂട്ടുകാർ ചേർന്നിട്ട് പെയിന്റ് അടിക്കാൻ പോകുന്നുണ്ടാവാം, ഇതുപോലുള്ള ജോലികൾ. അതിന് അകത്ത് വെച്ച് തന്നെ അവർ ചെറുപ്പക്കാരാ. ഇവിടുത്തെ സമ്പന്നരായ ആൾക്കാരും ഒക്കെ പോകുന്ന കണക്ക് അവർക്കും ആഗ്രഹങ്ങൾ ഇതുകൊണ്ട് അവർ എൻജോയ് ചെയ്യാനും ആഗ്രഹിക്കും ചിലപ്പോൾ. അതിൻ്റെ ഒരു വിഷ്വലൈസേഷനാണ് അവിടെ അജേഷ് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്ന ഇതാണ്. നീ ഇപ്പം തൂങ്ങാൻ പോകുന്ന അവൻ്റെ അടുത്ത് പറയുന്നത് നീ അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ല. അങ്ങനെയാണ് ഞങ്ങളെയൊക്കെ പോലെ യുദ്ധം ചെയ്യുന്നവരെയാണ് ഇത് ബാധിക്കുന്നത്. എല്ലാ ചെറുപ്പക്കാർക്കും ഉള്ള ഒരു മറുപടിയായിട്ടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു കേരളത്തിലെ വളരെ വലിയ ഒരു കമ്പനിയിൽ നിന്ന് 30 അവിടുത്തെ ജോലിക്കാരെ കൊണ്ടുവന്ന് പൊന്മാനെ കൊണ്ടുവന്ന് കാണിപ്പിച്ചു. എങ്ങനെയാണ് കോർപ്പറേറ്റ് ജീവിതത്തിൻ്റെ അകത്ത് ഒരാൾ ഫൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ തവണ കാണിച്ചു കൊടുക്കുകയും അത് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നു അല്ലേ, വരികയും ചെയ്യും. അത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഒരു സാധുവാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് നമ്മുടെ ചെറുപ്പക്കാർ ഫൈറ്റ് ചെയ്ത് ഒരു പുതിയ കേരളം നമ്മുടെ ജനത ഉണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ ഫൈറ്റിംഗ് സ്പിരിറ്റ് മൊത്തം ഉൾക്കൊണ്ട ഒരു പി അജേഷ് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ കൾട്ടായി മാറുക തന്നെ ചെയ്യും. ഈ ചുരുക്കകാലം കൊണ്ട് ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത് ഒരു വലിയ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. സിനിമ നല്ല കഥ വന്നാലേ ഇനി സിനിമ ചെയ്യുള്ളൂ. പിന്നെ ഞാൻ കലാസംവിധാനമാണല്ലോ. ഇപ്പൊ അടുത്ത സിനിമ ഞാൻ കലാസംവിധാനം March 10 തൊട്ട് ഞാൻ പിന്നെയും കലാസംവിധാനമായിട്ട് ജോലി ചെയ്യുന്നു. ഇനിയൊരു സിനിമ നല്ലൊരു കഥ വരുമ്പോ ചെയ്യും. ജോലിയല്ലേ ചെയ്യുന്നത്, വെറുതെ ഇരിക്കുമല്ലോ. അങ്ങനെയില്ല, കലാസംവിധാനത്തിൽ എന്താ തെറ്റ്? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മള് സിനിമയിൽ തന്നെയല്ലേ നിൽക്കുന്നത്. ഞാനിപ്പം അടുത്തൊരു പടമായി വരുന്ന സമയം വരെ ഞാൻ വെറുതെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ ജോലി ചെയ്യാലോ. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. സിനിമയുണ്ട്, സിനിമ അടുത്ത കഥകളുടെ പ്ലാനുണ്ട്, കഥകളായിട്ടുണ്ട്. ചെയ്താൽ മതി. ഇപ്പൊ എന്തായാലും ഇല്ല, ഇതിന്റെ ക്ഷീണം മാറാതെ അടുത്തൊരു സിനിമ. ഇതിന് 5 വർഷം കഷ്ടപ്പെട്ടു. അതിന്റെ ഒരു വർഷം അങ്ങനെ റെസ്റ്റ് എടുക്കണം, എന്നാലേ പറ്റുള്ളൂ. ഇരിക്കുന്ന ആളാ സീട്ട് വിളിക്കുന്നത്. ഞങ്ങൾ ഈ ബൈബിൾ കലോത്സവം, ഞങ്ങളതിന്റെ ആർട്ട്, അത് സഹായിയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ ഞങ്ങളാ. അപ്പൊ ഈ ശർമ്മയെ വിളിക്കുമ്പോഴൊക്കെ സീറ്റ് വിളിച്ചോണ്ടിരിക്കുകയായിരിക്കും ഓരോ നാള്. ശർമ്മ ഒന്ന് കയറേ, ഈ പുള്ളി വലി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കേട്ടാൻ. അത് ജീവിതത്തിലുള്ളതല്ലേ വരുള്ളൂ. മറ്റേത് പച്ചയായ ജീവിതവും ഇപ്പുറത്ത് യേശു. അപ്പൊ യേശു ആകുമ്പോ പുള്ളി വലിക്കുന്നില്ല. വേറെ രീതിയിൽ ഞാൻ ഈ കൊല്ലത്ത് ജീവിച്ചു വളർന്നൊരു വ്യക്തി എന്ന രീതിയിൽ ഇവിടുത്തെ തീരദേശ മേഖലകളെ മനോഹരമായിട്ട് ജ്യോതിഷ് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. കടപ്പുറത്ത് നിന്ന് കായലിൻ്റെ തീരത്തേക്ക് ഈ സിനിമയെ കൊണ്ടുവന്നുകൊണ്ട്, കാരണം നമുക്ക് 1 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ കടലും കായലും, അഷ്ടമുടി കായലും തമ്മിലുള്ളൂ. ഇതിൻ്റെ സംസ്കാരം ഭയങ്കരമാണ്, വ്യത്യസ്തത ഭയങ്കരമാണ്. കടലിൻ്റെ സംസ്കാരവും കായലിൻ്റെ സംസ്കാരവും രണ്ടും 2 സ്വഭാവമാണ്. അത് മനോഹരമായിട്ട് ജ്യോതിഷത്തിനകത്ത് വർക്ക് ചെയ്തു. നോവലിലത് വളരെ നന്നായിട്ട് നിൽക്കുമ്പോഴും സിനിമയിലേക്ക് അതിനെ എത്തിക്കാൻ പറ്റിയെന്ന് പറയുന്നത്, ഞാൻ അതാ പറഞ്ഞത്, 5 വർഷത്തെ ജ്യോതിഷിൻ്റെ അധ്വാനം. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഏറ്റവും, ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ, ഞാൻ ഒറ്റ പ്രാവശ്യം സിനിമ കണ്ടുള്ളൂ, എൻ്റെ മനസ്സിൽ ഇത് വളരെ എന്താ പറയുന്നത്, വൈകാരികമായിട്ട് ഇതിനകത്ത് രംഗങ്ങൾ നിൽപ്പുണ്ട്. ഇത് കണ്ടിട്ടുള്ള നിങ്ങളുടെ ഉള്ളിലും ആ ചിത്രങ്ങൾ നിൽപ്പുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ.